നിദ്രാകനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ശ്രുതിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സവിത, അത് കണ്ട് വിഷമിക്കുന്ന സൗദാമിനി, ശ്രുതിയോട് പോകരുതെന്ന് പറയുന്ന പിള്ള, അവൾക്ക് കൊടുക്കാമെന്നേറ്റ സ്വത്തിന്റെ ആധാരം കൈമാറുന്ന പിള്ള, അവൾ അത് നിരസിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ശ്രുതി അവിടെ നിന്നും എന്നേക്കുമായി പടിയിറങ്ങുന്നു. വിഷമിച്ചു നിൽക്കുന്ന സദാശിവൻ പിള്ള, അത് കണ്ട് ആശങ്കാകുലനായി നിൽക്കുന്ന സുദീപ്. ശ്രുതി വീട്ടിൽ നിന്നും ഇറങ്ങിയ കാര്യം ജയസുധയെ വിളിച്ചു പറയുന്ന ശ്രുതി. ഇനി തുടർന്ന് കാണുക. എന്താടി, എന്താ അവള് പറഞ്ഞേ? സന്തോഷ വാർത്ത. എന്ത് സന്തോഷ വാർത്ത? അവള് പോയിന്ന്. എങ്ങോട്ട്? ഹോസ്പിറ്റലിലേക്ക്. അവിടെ നിന്ന് ആരോ വന്ന് കൊണ്ടുപോകുന്നു. ആരോ വന്ന് കൊണ്ടുപോകുന്നോ? അതിന് അവക്ക് ആരുണ്ട്? എന്റെ അമ്മ ആർക്കറിയാം? ഇതൊന്നും അല്ലടി, അവള് പ്രസവം കഴിഞ്ഞ തിരിച്ചു വരും. അവളാരാ മോള്? നീ വിചാരിക്കുന്ന പോലെ നിന്റെ ബാധ്യതയൊന്നും ഉടനെ തീരില്ല. പറച്ചില് കേട്ടിട്ട് അങ്ങനെയൊന്നല്ല തോന്നിയത്. അവൾ എവിടെ പോയാൽ അവളുടെ സന്തതിയാ വീട്ടിൽ കാണില്ലേ? നീ വാ, വല്ലതും കഴിക്കാൻ നോക്കാം. എടാ, നിന്റെ ആത്മമിത്രം കടന്ന് വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ 12 മിസ് കോളായി. ആരടി അത്? ജയസുധ. അവളങ്ങനെ വിളിക്കും, വിളിച്ചുകൊണ്ടേയിരിക്കും അവള് സുദീപിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇഷ്യൂ സോൾവ് ചെയ്തോ? എടിയാ, അതൊന്നും സോൾവ് ആകാതിരിക്കാനുള്ള വഴിയല്ലേ ഞാൻ നോക്കൂ. ദേ വിളിക്കുന്നു. ഹലോ ഡാർലിംഗ്, സോറി കേട്ടോ, ഞാനേ ചില പണമിടപാടുകളുമായി ATM-ലായിരുന്നു. ഇത്രയും മിസ് കോൾ കണ്ടപ്പോ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെന്താടോ? തന്റെ കെട്ടിയോമെന്ന് തന്നെ കോംപ്രമൈസ് ചെയ്ത് വിളിച്ചോണ്ട് പോയോ? അവളെ ശ്രുതിയെ. സുധിയെ എവിടെ വിളിച്ചോണ്ട് പോയി? അവളുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്തേ അവളുടെ ഡോക്ടറുടെ അടുത്തോണ്ട് ആക്കിയെന്ന്. അപ്പൊ സുധി ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ? ഇല്ലെന്ന് അവള് തന്നെ പറഞ്ഞു. അവള് തന്നെ പറഞ്ഞോ? തന്നെ അവള് വിളിച്ചോ? അവസാനത്തെ യാത്രയൊക്കെ പറഞ്ഞു, മാപ്പൊക്കെ ചോദിച്ചാ വെച്ചത്. അത് ശരി. ഞാനേ ശ്രുതിയെ ഒന്ന് കാണട്ടെ. തനിക്കിപ്പോ മനസ്സമാധാനമായല്ലോ അല്ലേ? പൊടിമോ സാറില്ലേ അവിടെ? എന്നെ അന്വേഷണം പറഞ്ഞേക്ക്. ഓക്കേടോ, കാണാം. ശ്രുതി പോയെന്ന്. ശ്രുതി പോയെന്നോ? എങ്ങോട്ട്? വാരിക്കെട്ടി ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. അതിന് പ്രസവത്തിന് സമയമായില്ലെന്ന് നീയല്ലേ പറഞ്ഞത്? അവളുടെ പ്രസവത്തിന്റെ ഡേറ്റൊക്കെ നമ്മളിങ്ങനെ എണ്ണിയിരിക്കുകയല്ലേ. പൊടിമോന്റെ പൊടിജീവനൊന്ന് പുറത്തു വരട്ടെ. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം. അതെന്തിനാ? അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് അറിയണമല്ലോ. എന്താ മൂവ്മെന്റ് എന്നേ. നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോവാം. ഞാൻ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിന് ഡോക്ടറെ എന്തിനാ വിളിക്കുന്നേ? ശ്രുതി അഡ്മിറ്റ് ചെയ്ത കാര്യം തിരക്കാനോ? നീ നോക്കടി മോളെ, ചെറിയൊരു നമ്പറുണ്ട്. ഹലോ ഡോക്ടർ സൂസൻ, സിറിൽ. അതെ, നല്ല ഐ സ്പെഷ്യലിസ്റ്റ് ആരാ ഉള്ളേ? കണ്ണുവയ്യടോ, ഒന്ന് കാണിക്കാനാ. തന്റെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒന്ന് നോക്കി വെക്കാവോ? ഞാൻ വരാം. യെസ്, ദാ വരുന്നു. ടിങ് ടിങ്, സിമ്പിൾ.
വാ ഇറങ്ങ്. സൂക്ഷിച്ച്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ശരി. സബി, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കിയിട്ട് വരാം. ശ്രുതി, BP എപ്പോഴും കൺട്രോൾഡ് അല്ല. ജസ്റ്റ് റിലാക്സ് ചെയ്. എനിക്ക് കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. ഡോക്ടർ ദർശന പറഞ്ഞപ്പോൾ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ ഈ മാനസികാവസ്ഥയും. അതൊക്കെ ഞങ്ങൾക്കും അറിയാം ഡോക്ടർ. ഡോക്ടർ ദർശന പറഞ്ഞതുപോലെ ശ്രുതിയെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നൊരു മിഷൻ ഹോസ്പിറ്റലുണ്ട്. ഇവിടുന്നൊരു 2 മണിക്കൂർ യാത്രയുണ്ട്. ഒരു ഒതുങ്ങിയ ഏരിയ, തൃശ്ശൂരിലെ അയ്യന്തോൾ ഹോസ്പിറ്റൽ. ഇവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ രാഖിയാണ് അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഡോക്ടറെ നിങ്ങൾക്കറിയായിരിക്കും. ആ അറിയാം ഡോക്ടർ. ശ്രുതിയെ മുമ്പ് ആ ഡോക്ടറെ നോക്കിയിരുന്നത്. അതെ, അവരുടെ ഭർത്താവിന്റെ വീട് അവിടെയാ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സേഫാ. വലിയ ഉപകാരം ഡോക്ടർ. എനിക്ക് മനസ്സിലായിടത്തോളം ശ്രുതിയെ നിങ്ങൾ പ്രസവത്തിന് ശേഷം ആ കുഞ്ഞുമായി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കുറച്ചുനാൾ താമസിപ്പിക്കണം. എന്നിട്ട് അവളുടെ കുഞ്ഞിനെ ലീഗലി നിങ്ങളുടെ കുഞ്ഞായി ദത്തെടുക്കുന്നു. അതെ, അങ്ങനെ. അതിനുശേഷം ശ്രുതി അവളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ ദത്തെടുത്ത കുട്ടിയായി അതിനെ അവതരിപ്പിക്കുകയും ചെയ്യാം. അതെ ഡോക്ടർ. കേൾക്കുമ്പോ വളരെ സിമ്പിളായിട്ട് തോന്നും. ഇവിടെ നിന്ന് ശ്രുതി പുതിയ ഹോസ്പിറ്റലിലേക്ക് പോയാൽ നമ്മൾ പറയുന്നത് അവളുടെ പേരൻസ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയെന്നോ ഹസ്ബൻഡ് വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നോ ആണ്. അതോടെ ശ്രുതിയെ മറ്റാരും, നിങ്ങളുടെ ആരും അന്വേഷിക്കില്ല. അതെ ഡോക്ടർ, ആരും അന്വേഷിച്ചു വരാനില്ല. ഞങ്ങളെ സംബന്ധിച്ച് ശ്രുതി ഹോസ്പിറ്റലിൽ ചെന്ന് കണക്ക് പ്രകാരം ഒരു 35-40 ദിവസത്തിനകം പ്രസവിക്കും. ഇപ്പോഴത്തെ നിലയനുസരിച്ച് നോർമൽ ഡെലിവറി ആയിരിക്കും. ഇനി സിസേറിയൻ ആണെങ്കിൽ തന്നെ 2 ആഴ്ച അവിടെ കിടക്കേണ്ടി വരും. അങ്ങനെ പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ ദത്തെടുക്കേണ്ടതും കുട്ടിയെ സ്വന്തമാക്കേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക്. പക്ഷേ അതിനകത്ത് ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അതെന്താ ഡോക്ടർ? ഇവിടെ അഡ്മിറ്റ് ആയതും ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതും റെക്കോർഡിക്കലി ശ്രുതി ജയകൃഷ്ണനാ. സ്വാഭാവികമായും രജിസ്റ്ററിലെല്ലാം ഈ പേര് തന്നെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഡോക്ടർ? അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. പകരം ശ്രുതിയുടെ പേര് മാറ്റി സബിത രവി എന്നാക്കണം. എന്നുവെച്ചാൽ പ്രസവിച്ചയാൾ സബിതയാണെന്നും കുഞ്ഞ് സബിതയുടേതാണെന്നും അയ്യന്തോൾ മിഷൻ ഹോസ്പിറ്റലിൽ രേഖയുണ്ടാവണം. ഒരു പേപ്പറിൽ മാത്രം അമ്മയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്തെങ്കിലും? ഇപ്പൊ അങ്ങനെ ചെയ്താൽ കുട്ടിയുടെ അവകാശം ഉറപ്പിക്കാം. ഇനി കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശികൾ തേടിവരാത്ത സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രേഖാമൂലം കുഞ്ഞിന്റെ പേരന്റൽഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, പ്രസവിച്ചു കഴിയുമ്പോ ശ്രുതിക്ക് അവളുടെ കുഞ്ഞിനെ വേണോന്ന് തോന്നിയാലോ? അപ്പോ നിങ്ങൾക്കുള്ള റൈറ്റ്സ് നഷ്ടപ്പെടാതിരിക്കാനാ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ രേഖകളിൽ കുട്ടിയുടെ അമ്മ സബിതാരവിയായിരിക്കും. എന്നുവെച്ചാ ശ്രുതിക്ക് പിന്നെ അവകാശം ഉണ്ടായിരിക്കില്ല. അപ്പോ ജനന സർട്ടിഫിക്കറ്റും അങ്ങനെ വാങ്ങിക്കാൻ പറ്റുമായിരിക്കില്ലേ ഡോക്ടർ? അതെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ആ ഹോസ്പിറ്റലിൽ താമസമൊക്കെ എങ്ങനെയാ ഡോക്ടർ? ഹോസ്പിറ്റലിനോട് ചേർന്ന് രോഗികൾക്കും വയസ്സായവർക്കും താമസിക്കാനായി ശാന്തമായൊരു മഠമുണ്ട്.
അവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. ഞാനിവിടെ രേഖകൾ ഉണ്ടാക്കും. ശ്രുതിയെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അവളുടെ ഗാർഡിയൻസോ ഭർത്താവോ കൊണ്ടുപോയി ഇന്ന്. അതായത് അവളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകുന്നു, അതോടെ ഞങ്ങളുടെ ബാധ്യത തീർന്നു മറ്റുള്ളവരെയും വീട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാമല്ലോ അല്ലേ? അതെ, പക്ഷേ ഇതിനൊക്കെ സമ്മതമാണോ എന്ന് ആദ്യം നമുക്ക് ശ്രുതിയോടൊന്ന് ചോദിക്കണം. അവൾക്ക് ഇതിന് സമ്മതമാ, അവളതിന് പ്രിപ്പയർഡുവാ. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വന്നേ. ഞാനിന്ന് ശ്രുതിയെ വിളിക്കാം. സ്കാനിങ്ങിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ കൂട്ടാതിരുന്നാൽ മതി. ശ്രുതി ഒന്ന് വിളിക്കുക. ശരി ഡോക്ടർ. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ കംഫർട്ടബിളാ, വേറെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ശ്രുതി, ഡോക്ടർ വരാൻ പറഞ്ഞു. അതെ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുക. ആ ഡീറ്റെയിൽസ് തരണം. ഓക്കെ? ശ്രുതിക്കിപ്പോൾ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? ഇല്ല ഡോക്ടർ. നോർമൽ ഡെലിവറി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. BP വേരിയേഷൻ ശരിയാവും. പുതിയൊരു അന്തരീക്ഷത്തിലേക്കാണല്ലോ താൻ പോകുന്നത്. അവിടെ എന്തായാലും മനസമാധാനം തനിക്കുണ്ടാവും. തന്റെ മനസ്സും ശരീരവും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രിപ്പയർഡ് ആക്കുക. ബാക്കിയെല്ലാം തൽക്കാലം മറക്കുക. മനസ്സിനകത്ത് ഇപ്പൊ ഒന്നുമില്ല ഡോക്ടർ. ആ വീടിന്റെ പടിയിറങ്ങുന്നവരെ മാത്രം മനസ്സൊന്ന് പെടഞ്ഞു. ഇപ്പൊ അതൊക്കെ എന്റെ ആരും അല്ലാതായി മാറിയില്ലേ, പിന്നെന്തിനാ ടെൻഷൻ? ശ്രുതി, ഇതിന്റെയൊക്കെ ഒരു നന്മ നിനക്ക് വേറെ എവിടുന്നെങ്കിലും കിട്ടും. കാര്യങ്ങളൊക്കെ രവിയും സവിതയും ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് എങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ. പെറ്റ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്നവൾക്കാണോ ഡോക്ടർ നന്മ കിട്ടുന്നത്? ഭംഗിവാക്കിനൊരു ന്യായം വേണ്ടേ? അത് ഞാൻ പിന്നെ ശ്രുതിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. നമ്മൾ തീരുമാനിച്ചതുപോലെ ശ്രുതിയെ ഇന്ന് തന്നെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ആരും അറിയാതെ ശ്രുതി അവിടെ പ്രസവിക്കും. എനിക്കൊരാഗ്രഹമുണ്ട് ഡോക്ടർ. പറയ്. ലോകത്തൊരമ്മയും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യം, എത്ര വികൃതമായ മനസ്സുള്ളവർക്ക് പോലും പറയാൻ കഴിയാത്തതാ. അതെന്താ ശ്രുതി അങ്ങനെ ഒരു ആഗ്രഹം? എന്റെ കുഞ്ഞിന്റെ മുഖം എന്നെ കാണിക്കരുത്. അത് മാത്രം മതി. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് മാറ്റിയേക്കണം. അത് മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതി. മോളെ കാണണ്ട, മോളെ അത് കാണണ്ട എനിക്ക് ആ മുഖം. കണ്ടാ ഞാൻ ചിലപ്പോ ശ്രുതിയുടെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പ്രസവിച്ച പാടെ കുഞ്ഞിനെ അങ്ങനെ മാറ്റാൻ കഴിയുമോ? അതിനെന്താ ഡോക്ടർ, ഏതായാലും കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോവാണല്ലോ, പിന്നെ ഞാനെന്തിനാ കാണുന്നത്? ശ്രുതി, നീ പ്രസവിച്ച പാടെ കുഞ്ഞിനെ എടുത്ത് ഓടിക്കളയൊന്നുമല്ലല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. മോളെ ശ്രുതി, നമ്മളിപ്പോൾ ആലോചിക്കുന്നത് നിന്റെ കുഞ്ഞിനെ രേഖാമൂലം നിയമപരമായി ദത്തെടുക്കാനാ. പിന്നെ അതിന് അതിൻ്റെതായുള്ള സമയം വേണം. എത്ര നാളെടുക്കും രവിയേട്ടാ? ഒരു 1.5-2 മാസം. അതിനൊക്കെ കുറെ നടപടികളുണ്ട്. അതുവരെയെങ്കിലും. പക്ഷെ അത്രയും നാൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി ഒന്നും ശ്രുതി ടെൻഷൻ അടിക്കണ്ട. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്രയും നാളും ശ്രുതിക്കും കുഞ്ഞിനും താമസിക്കാനുള്ള സുരക്ഷിതമായ ഒരു വീടും നോക്കാനുള്ള ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ശ്രുതിയുടെ എല്ലാ ബാധ്യതകളും ഇനി ഇവർക്കാ. ശ്രുതിയെ നോക്കേണ്ടതും പരിചരിക്കേണ്ടതുമൊക്കെ ഇവരാ. പിന്നെ ഹോസ്പിറ്റലിൽ ശ്രുതിയുടെ പേരല്ല ചേർക്കുന്നത്. ഹോസ്പിറ്റൽ രജിസ്റ്റർ പ്രകാരം പ്രസവിച്ചത് സബിതാരവിയായിരിക്കും.
സബിത രവി? അതെന്താ ഡോക്ടർ? എന്റെ പേര് പോലും എനിക്ക് സ്വന്തമല്ലേ? ശ്രുതി, അത് ഏതായാലും ശ്രുതിയുടെ കുഞ്ഞിനെ ഇവർ ദത്തെടുക്കുന്ന സ്ഥിതിക്ക് ഇപ്പോഴേ നമ്മൾ വേണ്ടുന്ന രേഖകൾ തിരുത്തിപ്പോകുന്നതല്ലേ നല്ലത്. ശ്രുതി പ്രസവിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തി പോകുന്നതാ തന്റെ ഫ്യൂച്ചറിന് നല്ലത്. എന്നെ അങ്ങ് തുടച്ചു മാറ്റാണല്ലേ രവിയേട്ട? എന്റെ ഒരു നിഴല് പോലും ഇല്ലാതെ. ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ ആദ്യം കാണേണ്ടതായിരുന്നു. ഇനിയിപ്പം ബലി കൊടുത്ത മൃഗത്തിന് വേണ്ടി പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ സബിതേച്ചി? പ്രസവിച്ച് കുഞ്ഞിനെ കൈമാറിക്കഴിഞ്ഞാൽ ശ്രുതിയുടെ അടുത്ത പ്ലാൻ എന്താ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളോടത് ഷെയർ ചെയ്യാം. ഇനി ആകെ പോകാനുള്ളൊരിടം എന്റെ അങ്കിളാ, സ്വിറ്റ്സർലാൻഡിലാ. അങ്കിളിന്റെ അടുത്തേക്ക് പോണം. അങ്കിളിന് ശ്രുതിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാമോ? ഇല്ല, ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേപ്പേഴ്സ് റെഡിയാക്കാൻ. ആ സമയത്തിനുള്ളിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ രവിയേട്ടൻ തീർക്കണം. അത് നന്നായി. ഇങ്ങനെയൊരു ജീവിതത്തെക്കുറിച്ച് ആരും അറിയില്ലല്ലോ. ഇതൊക്കെ കാലം മറക്കും ശ്രുതി. പുതിയൊരു ജീവിതമുണ്ട് മുന്നിൽ. ഒരർത്ഥത്തിൽ ശ്രുതിയെ സമ്മതിക്കണം. ഇത്രയും സംഘർഷങ്ങൾ ഉള്ളിലൊതുക്കി പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾ വളരെ അപൂർവ. ശരിയാ, നിസ്സാര കാര്യത്തിന് പോലും ജീവിതം കൈവിടുന്നവരാ പലരും. ശ്രുതിയുടെ ആത്മധൈര്യം സമ്മതിക്കണം. ശ്രുതി, ഒരു ചോദ്യത്തിനും കൂടി ശ്രുതി മറുപടി തരണം. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ്. ഒരുപാട് പ്രഗ്നൻസി കേസുകൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഞാനും ഒരമ്മയാ. ഒരമ്മയുടെ മനസ്സ് എനിക്കും അറിയാം. ഈ കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടെ ശ്രുതിക്ക് ഉപേക്ഷിക്കാൻ കഴിയൂ? ആലോചിച്ചൊരു മറുപടി തരാം. അതിന് സമയമുണ്ട്. ഈ നിമിഷം വരെ സമയമുണ്ട്. വേണ്ട ഡോക്ടർ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. 100 വട്ടം ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമായത്. എനിക്ക് വേണ്ട, വേണ്ട. ഓക്കെ, അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ പ്രസവത്തിന് ശേഷമുള്ളതാണ്. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കാം. ശ്രുതി, പ്രസവത്തിന് ഇനി 1.5 മാസേ ഉള്ളൂ. ഇവരുടെ സംരക്ഷണയിൽ 2 മാസം. അതിനുശേഷം ശ്രുതിക്ക് ശ്രുതിയുടെ അങ്കിളിൻ്റെ അടുത്തേക്ക് പോവാം. അതോടെ എല്ലാ ബാധ്യതകളും തീർന്ന് ശ്രുതി ഫ്രീ ആകും. എല്ലാ ബാധ്യതകളും തീർത്ത് ശ്രുതിക്ക് പോകാൻ അതിനു പകരമായി ഇവര് എന്താ തരേണ്ടത്? പറഞ്ഞോളൂ. വില ചോദിക്കാണോ ഡോക്ടർ? എന്റെ കുഞ്ഞിന്റെ വില ചോദിക്കാണോ? ഡോക്ടർ ഒരു അമ്മയാണെന്നല്ലേ പറഞ്ഞത്? ഒത്തിരി പേരുടെ പ്രസവം എടുത്തു എന്നല്ലേ പറഞ്ഞത്? ഒരമ്മയുടെ മനസ്സ് ഡോക്ടർക്ക് അറിയാമോ? ശ്രുതി, ഞാൻ ഉദ്ദേശിച്ചത്... എന്തോ ആയിക്കോട്ടെ, ഇത് ഡോക്ടറുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് എന്റെ അമ്മ ഒരു ഓർമ്മ മാത്രം. 5 വയസ്സിലെ എന്നെ എറിഞ്ഞു പോയൊരു സ്ത്രീ.
ഞാനിപ്പോ ഒരർത്ഥത്തിൽ അതന്നെയാ ചെയ്യുന്നേ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ കുഞ്ഞിന് വില പറഞ്ഞ് വിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ലേലം വിളിക്കാനുമല്ല. ആ കുഞ്ഞിനെ അർഹിക്കുന്ന കൈകളിൽ, അത് ജീവിക്കേണ്ട സ്ഥലത്ത് തന്നെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. അതൊക്കെ ദൈവനിയോഗ. ഇവർ തരുന്ന സ്വത്തിനേക്കാളും പണത്തിനേക്കാളും വില മതിക്കാനാവാത്തൊരു സ്വത്ത് ഞാൻ അവർക്ക് കൊടുക്കുക. എന്റെ ജീവൻ, എന്റെ ജീവന്റെ ജീവൻ. അതിന്റെ വില കാലങ്ങൾ കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലായിക്കോളും. രവിയേട്ടനും സവിതേച്ചിയും ഇത് ഡോക്ടറെ കൊണ്ട് ചോദിപ്പിച്ചാന്ന് എനിക്കറിയാം. വേണ്ടിയിരുന്നില്ല. മോളെ, ഡോക്ടർ ചുമ്മാ, അത് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതൊക്കെ ആശുപത്രികളിൽ നിത്യസംഭവം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചുവെന്ന് മാത്രം. ശ്രുതി വിഷമിക്കണ്ട. ആയിരിക്കാം ഡോക്ടർ. എന്നെപ്പോലെ ഗതികെട്ടവരങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. മോളെ, അത് ഡോക്ടർ മറ്റൊന്നും കരുതി ചോദിച്ചതല്ല. റിലാക്സ്, ഓക്കെ? സിസ്റ്റർ, ഇവരുടെ ഡിസ്ചാർജ് ഷീറ്റ് തയ്യാറാക്കി പോകാനുള്ള ഏർപ്പാടുണ്ടാക്കുക. യെസ് ഡോക്ടർ. ഹലോ, ENT ഡോക്ടർ ഉണ്ടല്ലോ, വന്നാ മതി. കൺസൾട്ടിംഗ് ടൈമാണ്. ഓക്കെ ഓക്കെ. Yeah.